Hi, my dear students. Welcome to Mathematics online classes. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് റേഡിയൻ തന്നാൽ എങ്ങനെ ഡിഗ്രിയിലോട്ട് മാറ്റാം. ഇക്വേഷൻ നമുക്കറിയാം, 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എക്സസൈസ് 3.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. എക്സസൈസ് 3.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും. ഇപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പാർട്ട് കിടക്കുന്നത് 5π/3 ഫോർത്ത് പാർട്ട് കിടക്കുന്നത് 7π/6 എന്തുകൊണ്ടാണ് ഇത് ആദ്യം എടുത്തത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടിലും എന്ത് വന്നിട്ടുണ്ട്? പൈ വന്നിട്ടുണ്ട്. പൈ വരുന്ന രീതിയിലാണ് നമുക്ക് ആംഗിൾ തരുന്നതെങ്കിൽ പെട്ടെന്ന് അതിനെ എന്തിലോട്ട് മാറ്റാൻ പറ്റും? ഡിഗ്രിയിലോട്ട് മാറ്റാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഡിഗ്രിയിലോട്ട് എങ്ങനെയാണ് മാറ്റുന്നത്? എത്രയാണോ റേഡിയൻ മെഷർ അതിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 180/π × 5π/3. ഇവിടെ ഈ പൈയും ഈ പൈയും കട്ട് ചെയ്യാം. ഈ 3യും 180 കൂടെ കട്ട് ചെയ്യാം, 60. അപ്പോൾ ആൻസർ 60 × 5. 6×5 30. ഡിഗ്രിയിലായതുകൊണ്ട് യൂണിറ്റ് ഡിഗ്രി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് പൈ വരുന്ന ക്വസ്റ്റ്യൻ ആദ്യം എടുത്തത് എന്ന് മനസ്സിലായി കാണും. പൈയും പൈയും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? സിമ്പിൾ അല്ലേ? ഡിഗ്രി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 180/π × 7π/6. പൈയും പൈയും കട്ട് ചെയ്തു. 6ഉം 180 കൂടെ കട്ട് ചെയ്യുന്നു. 180നെ 6 കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ 30. ഓക്കെ, കട്ട് ചെയ്താൽ 30. അപ്പോൾ ഫൈനൽ ആൻസർ എന്താ? 30 × 7 = 210. 30 × 7 എടുത്തപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? 210 എന്ന് കിട്ടി. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പൈ വന്നതുകൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് പാർട്ട് നോക്കി. എക്സസൈസ് 3.1 സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് നോക്കി. എന്താ ആംഗിൾ തന്നേക്കുന്നത്? റേഡിയനിൽ തന്നേക്കുന്നത് എന്താ? റേഡിയൻ മെഷർ എത്രയെന്നാ തന്നേക്കുന്നത് നോക്കി. റേഡിയൻ മെഷർ = 11/15. ഓക്കെ, സോറി 11/16. ഇപ്പൊ എന്താ പ്രത്യേകത? പൈ ഇല്ല. അപ്പോ നമ്മളിവിടെ പൈ ഇല്ലാത്ത കേസസിലാണ് വരുന്നതെങ്കിൽ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേഡിയൻ മെഷർ പൈ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈയുടെ വാല്യൂ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. പൈക്ക് 2 വാല്യൂ ഉണ്ട്. ഏതൊക്കെയാ? 3.14 ഉണ്ട്, 22/7 ഉണ്ട്. നമ്മൾ ഇവിടെ 22/7 എന്നുള്ള വാല്യൂ ആണ് പൈക്ക് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഡിഗ്രി മെഷർ വേണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡിഗ്രിയിലോട്ട് മാറ്റാൻ 180/π × 11/16. ഓക്കെ, ഇപ്പൊ ഇവിടെ പൈ കട്ട് ചെയ്ത് പോവില്ല. റേഡിയൻ പൈയിൽ എഴുതാറുണ്ട്, പക്ഷെ ആംഗിളിൻ ഡിഗ്രി പറയുമ്പോൾ അവിടെ എന്ത് വരാൻ പാടില്ല? പൈ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പൈക്ക് വാല്യൂ കൊടുക്കണം. ഏത് വാല്യൂ കൊടുക്കാം? 22/7. അപ്പോൾ ഇവിടെ പൈയുടെ വാല്യൂ എന്തെന്ന് കൊടുക്കുന്നു? 22/7. അപ്പൊ 22/7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? വേറൊന്നുമില്ല, ഈ 7 അങ്ങ് ന്യൂമറേറ്ററിൽ പോകും. അപ്പൊ ഇതെങ്ങനെയാകും? 180 × 7 × 11/22 × 16. കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്യാം. 22ഉം 11ഉം കട്ട് ചെയ്തു, ഇവിടെ ഒരു 2 കിട്ടി. ഈ 2ഉം ഈ 180 കൂടെ കട്ട് ചെയ്തു, ഇവിടെ ഒരു 90 കിട്ടി. ഈ 90യും ഈ 16ഉം കൂടെ കട്ട് ചെയ്തു, ഇവിടെ ഒരു 8ഉം ഇവിടെ ഞാൻ 45ഉം എഴുതി. ഇനി പരിപാടി ഒന്നും നടക്കത്തില്ല. ഇപ്പൊ 45 × 7/8. 45 × 7/8 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കോ. 45 × 7. 7×5 35, ശിഷ്ടം 3. 4 × 7 28, 3ഉം 31. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 315/8 ഡിഗ്രി. നമ്മൾ വിചാരിക്കും തീർന്നു, ഡിഗ്രിയിലോട്ട് മാറ്റി കഴിഞ്ഞു. തീർന്നില്ല. നമ്മൾ ഡിഗ്രിയിൽ എഴുതുമ്പോൾ ആംഗിൾ വെച്ച് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാറില്ല. അതായത് 315/8 എന്ന് എഴുതാറില്ല. ഇതിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഡിഗ്രിയിൽ നിന്ന് മിനിറ്റിലോട്ടും മിനിറ്റിൽ നിന്ന് സെക്കൻഡിലോട്ടൊക്കെ കൊണ്ടുപോകും. എന്നിട്ടാണ് നമ്മൾ ഫൈനൽ ആൻസർ എഴുതുന്നത്.
എങ്ങനെയെന്ന് നോക്കിക്കോളാം. സിമ്പിളാണ്. ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രി മെഷേഴ്സ് എവിടെ വന്ന് നിൽക്കുകയാണ്? 315 ഡിഗ്രി ബൈ 8 വന്ന് നിൽക്കുകയാണ്. ഓക്കെ, 315/8. ഓക്കെ, ഇതൊരു മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റുക. ഇതൊരു ഇംപ്രോപ്പർ അല്ലേ? മിക്സഡിലോട്ട് മാറ്റിയേ. 315നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു 3, ഇവിടെ 24, ദെൻ റിമൈൻഡർ 7, 5 വരുമ്പോൾ 9, 72, റിമൈൻഡർ 3. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 39 3/8 ഡിഗ്രി. 39 3/8 ഡിഗ്രി. ഓക്കെ, ഈക്വൽ ടു, ഇനി ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്, 39 ഡിഗ്രി. അതായത് ഈ കിടക്കുന്ന നമ്പറിന് ഡിഗ്രി കൊടുത്തു. ഇനി ഒരു ഫ്രാക്ഷൻ കിടക്കുന്നുണ്ടോ? 3/8. അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3/8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിഗ്രി മാറ്റി അവിടെ എന്താക്കുന്നു? മിനിറ്റ് ആക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ നമ്പർ, ഫ്രണ്ടിൽ ഒരു നമ്പർ കാണത്തില്ല, ഒരു ഇൻറ്റീജർ കാണത്തില്ലേ, അത് എഴുതി, അതിന് ഡിഗ്രി കൊടുത്തു. ഇനി ഫ്രാക്ഷൻ പാർട്ട് ഉണ്ടല്ലോ, അതിന് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏത് സൈൻ കൊടുക്കുന്നു? ഡിഗ്രി മാറ്റി മിനിറ്റ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഇനി എങ്ങനെ മാറും? 39 ഡിഗ്രി 3 × 60. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം അല്ലേ? 8ഉം 60യും കൂടെ കട്ട് ചെയ്താൽ 4 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 2, ഇവിടെ 15. 3 × 15 ആകുമ്പോൾ 45. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് വരും? 2, 4, 5ന്റെ അകത്ത് 2, 4, 1. അതായത് 3/8 × 60 എന്ന് കിടക്കുന്നുണ്ടോ, അതിനെ എങ്ങനെ മാറ്റുന്നു? ഈ കിട്ടിയ ആൻസർ 22. പിന്നെ ബാലൻസ് എന്തുണ്ട്? 1/2 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്ത എത്രയേ ഉള്ളൂ? 3 × 60/8. ഇപ്പൊ 3 × 60 എടുത്താൽ 180/8 എന്ന് വരും. അതിനെ എന്തിലോട്ട് മാറ്റി? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റി. എന്ത് കിട്ടി? 22.5. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത സ്റ്റെപ്പ് 39 ഡിഗ്രി. ഇവിടെ ഒരു ഇൻറ്റീജർ പാർട്ട് കിടക്കുന്നുണ്ടോ? 22. അതെടുക്കുന്നു, മിനിറ്റ് സിമ്പിൾ കൊടുക്കുന്നു. പിന്നെ ഒരു ഫ്രാക്ഷൻ കിടക്കുന്നുണ്ടോ? 1/2. അതിനെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മിനിറ്റ് ഇട്ടെങ്കിൽ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കൊടുക്കുക? സെക്കൻഡ് കൊടുക്കുക. അപ്പൊ ഇതെങ്ങനെ വരും? 39 ഡിഗ്രി 22 മിനിറ്റ്. ഈ 2ഉം ഈ 60യും കൂടെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30. 1 × 30 30. ഓക്കെ, ഇനി യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ്. സോ π/16 എന്ന റേഡിയൻ മെഷറിനെ ഡിഗ്രിയിലോട്ട് മാറ്റിയപ്പോൾ എത്രയായി? 39 ഡിഗ്രി 22 മിനിറ്റ് 30 സെക്കൻഡ്സ്. അപ്പൊ ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ പൈ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചെയ്യണം. ചെയ്യുമ്പോൾ ആദ്യം ഡിഗ്രി കിട്ടും. അതൊരു ഫ്രാക്ഷൻ ആണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ആക്കുക, എന്നിട്ട് ഇൻറ്റീജർ ഡിഗ്രി ഇട്ട് കൊടുക്കുക. ഫ്രാക്ഷനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അത് മിനിറ്റിലോട്ടായി. അതിനെ വീണ്ടും മിക്സഡ് ആക്കുക, എന്നിട്ട് ഇൻറ്റീജർ പാർട്ട് മിനിറ്റിൽ എഴുതുക. പിന്നെ ഫ്രാക്ഷൻ പാർട്ടിനെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അതെന്തിലായി? സെക്കൻഡിലായി. അതിന്റെ താഴോട്ടില്ല, അവിടെ വെച്ച് നിർത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 2 ആണ്. ഓക്കെ, ഇപ്പൊ തൊട്ട് മുമ്പത്തെ പേജ് എടുത്ത് നോക്കുക. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 2 എന്താ കിടക്കുന്നത്? കൺവേർട്ട് 6 റേഡിയൻ ഇൻറ്റു ഡിഗ്രി മെഷേഴ്സ്. എക്സാമ്പിൾ 2 ഇതാണ്. 6 റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റണം. അപ്പൊ 11/16 മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ഡിഗ്രിയിലോട്ട് മാറ്റണ്ടേ? ഡിഗ്രി ഈക്വൽ ടു 180/π ഇൻറ്റു 6. ശരിയല്ലേ? പൈക്ക് വാല്യൂ എടുക്കുക. പൈക്ക് വാല്യൂ എടുത്താൽ 180/22/7 ഇൻറ്റു 6. ഡിനോമിനേറ്ററിൽ 22/7 ഫ്രാക്ഷൻ അല്ലേ? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. മീൻസ് 7 അങ്ങ് വണ്ടേ പോവും. ഇപ്പൊ എന്ത് കിട്ടും? 180 × 7 × 6/22. ഈ 22ഉം ഈ 6ഉം കൂടെ കട്ട് ചെയ്തു. ഇവിടെ 3, ഇവിടെ 11. ഇനി പരിപാടി ഒന്നും നടക്കൂല. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 7 × 3 21. 21 × 18. 21 × 18. 8, 16, 1, 2. 8, 7, 3. അപ്പൊ എത്ര കിട്ടി? 378 എന്ന് കിട്ടി.
ഓക്കെ 21 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 378 എന്ന് കിട്ടി. ഈക്വൽ ടു അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആ പ്രോഡക്റ്റ് 3780/11 ഡിഗ്രി. തീർന്നോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. ഈക്വൽ ടു 3780/11 മിക്സഡിലോട്ട് മാറ്റാം. എങ്ങനെ മാറ്റാം? 3780 ഡിവൈഡഡ് ബൈ 11 എന്ത് വരും? 333 4 48 വരുമ്പോൾ 4 44 4 പിന്നെ 0 40 40ക്കകത്ത് 11 3 33 റിമൈൻഡർ 7. അപ്പോൾ 3780/11 എങ്ങനെ മാറ്റാം? 343 7/11 ഡിഗ്രി. 343 7/11 ഡിഗ്രി ഈക്വൽ ടു 343 ഡിഗ്രി. അതായത് ആദ്യം കിടക്കുന്ന ഏതെഴുതി? ഡിഗ്രി ഇൻറ്റീജർ നമ്പർ എഴുതി. ബാലൻസ് വന്നിരിക്കുന്നതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 7/11 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് യൂണിറ്റ് എന്ത് കൊടുക്കുക? മിനിറ്റ്. ഇംപ്രോപ്പറിൽ നിന്ന് മിക്സഡിലോട്ട് മാറ്റിയാൽ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്താ? ഇൻറ്റീജർ ഫ്രാക്ഷൻ ഡിഗ്രി ഇട്ട് എഴുതുന്നു. ഫ്രാക്ഷണൽ പാർട്ടിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഗ്രി മാറ്റി എന്ത് കൊടുക്കുന്നു? മിനിറ്റ് കൊടുക്കുന്നു. അപ്പൊ എങ്ങനെ വരും ഇത്? 343 ഡിഗ്രി 7 × 6 420/11 മിനിറ്റ്. 420 ഡിഗ്രി ബൈ 11 മിനിറ്റ് എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? 420യെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 40 ആകുമ്പോഴത്തേക്ക് 333 റിമൈൻഡർ 90. അപ്പോൾ ഒരു 88 റിമൈൻഡർ 2. അപ്പോൾ ഇതെങ്ങനെ മാറും? 343 ഡിഗ്രി 420/11 എങ്ങനെ എഴുതാം? 38 2/11 മിനിറ്റ്. ഇത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്താണെങ്കിൽ 343 ഡിഗ്രി 38 മിനിറ്റ്. അടുത്ത ഫ്രാക്ഷൻ 2/11 നടക്കുന്നുണ്ടോ? അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 60. യൂണിറ്റ് എന്താ? സെക്കൻഡ്. ഇനി എന്ത് ചെയ്യും? 2 × 60 എത്ര കിട്ടും? 120 അല്ലേ? 120യെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 11 റിമൈൻഡർ 1 0 10 വന്നേ. അപ്പൊ ഇവിടെ ഒരു 0 ഇട്ടു. ഓക്കെ, പോയിന്റും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 100 എന്ന് കൊടുക്കാം. എന്തുകൊണ്ടായിരിക്കും ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ടത്? നമുക്ക് ഡിഗ്രിയെ മിനിറ്റിലോട്ട് മാറ്റാം, മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാം. സെക്കൻഡിനേക്കാൾ താഴോട്ടൊരു യൂണിറ്റ് ഇല്ല. ഓക്കെ, നമ്മൾ പഠിച്ചേക്കുന്നത് അങ്ങനെയാണ്, സെക്കൻഡിന്റെ താഴോട്ടൊരു യൂണിറ്റ് ഇല്ല. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇനി എന്തെഴുതി വെച്ചിട്ട് കാര്യമില്ല. ലാസ്റ്റ് കേസിൽ ഇംപ്രോപ്പർ എഴുതിയിട്ട് കാര്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കിയിട്ട് കാര്യമില്ല. സോ നമ്മൾ അതിനെ കണ്ടിന്യൂ ആണ് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ 100 അതിൻ്റെ അകത്ത് 9 99 റിമൈൻഡർ 1. അടുത്തത് 0 വരും. ഓക്കെ, അപ്പൊ ഇത് 10.9 എന്നല്ലേ വരുന്നത്. ഇതിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 11 എഴുതി കൂടെ. അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെയാകും: 343 ഡിഗ്രി 38 മിനിറ്റ്. ഇതിന് ഇത്രയും പകരം നമ്മൾ എന്ത് കൊടുക്കും? 11. പിന്നെ അതിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. ഓക്കെ, അപ്പൊ 6 റേഡിയൻ എന്ന് പറയുന്നത് 343 ഡിഗ്രി 38 മിനിറ്റ് 11 സെക്കൻഡിന് ഈക്വൽ ആണ്. ഇതിൽ ഈ പഠിച്ചു കഴിഞ്ഞ സെക്ഷനിൽ നിന്ന് നമുക്ക് വരുന്ന ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്കൊരു 2 ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. ഈ കേസിൽ ഇപ്പം നമ്മൾ കൺവേർഷൻ്റെ കേസ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ ഇക്വേഷൻ പഠിച്ച കൂട്ടത്തിൽ റേഡിയനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആർക്ക് ലെങ്ത് L = R θ. അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ പഠിച്ച് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിക്കാം. L = R θ. അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ചെയ്യാൻ പോണ ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 3. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ 3 ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇൻ വിച്ച് എ സെൻട്രൽ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഇന്റർസെപ്റ്റ്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 37.4 സെന്റിമീറ്റർ. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു.
ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട് 60 ഡിഗ്രി എന്നാ തന്നേക്കുന്നേ. ആർക്ക് ലെങ്ത് ഉണ്ട് 37.4 ഡിഗ്രി. ഓക്കെ, തീറ്റ 60 ഡിഗ്രി, ആർക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 37.4 സെന്റിമീറ്റർ. ആറ് കണ്ടുപിടിക്കണം. നമ്മൾ L = r തീറ്റ എന്ന ഇക്വേഷൻ എഴുതുമ്പോൾ തീറ്റ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആംഗിൾ ഇൻ റേഡിയൻ. റേഡിയനിലല്ലേ വേണ്ടത്? അപ്പൊ ഇവിടെ ഡിഗ്രിയിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് റേഡിയനിലോട്ട് മാറ്റാം. റേഡിയനിലോട്ട് എങ്ങനെ മാറ്റിയെടുക്കാം? തീറ്റ ഈക്വൽ ടു ഡിഗ്രി റേഡിയൻ ആക്കാൻ π/180 × 60. ശരിയല്ലേ? 0യും 0യും കട്ട് ചെയ്തു, 6ഉം 18ഉം കട്ട് ചെയ്തു. എന്ത് കിട്ടും? ഇവിടെ 3 ഈക്വൽ ടു π/3. ഇനി ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. പൈക്ക് ഏത് വാല്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 22/7. അപ്പൊ ഇവിടെ പൈയുടെ അവിടെ 22/7 കൊടുക്കുക. എന്ത് കിട്ടും? 22/7 × 3 ഈക്വൽ ടു 22/7 × 3 21. അപ്പൊ തീറ്റ കിട്ടി 22/21 റേഡിയൻ. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് പോവാം. L = അല്ലെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? L = r തീറ്റ. എനിക്ക് r അല്ലേ വേണ്ടത്? അപ്പൊ r = എങ്ങനെ എടുക്കാം? L/θ. എല്ലിന്റെ വാല്യൂ എത്രയാ? 37.4 ബൈ തീറ്റയുടെ വാല്യൂ എന്താ? 22/21. നോർമൽ കേസിൽ എങ്ങനെയാ ചെയ്യുന്നത്? 37.4 ഇതൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാനല്ലേ? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ. അപ്പൊ 21 മുകളിൽ പോവും, 22 താഴെ വരും. ഈ 374നെ 22 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 1 22 5 1 4 154. 24ന്റെ മൾട്ടിപ്പിൾ ആണ് 154. 7 കൊടുക്കാം. നോക്ക്, 7 × 2 14, റിമൈൻഡർ 1. 7 × 2 14 + 1 15 ഈക്വൽ ടു 0. അപ്പം 37 4 ആയിരുന്നെങ്കിൽ 374 ആണെങ്കിൽ 17 എന്ന് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ 37.4 ആണ്. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? 1.7 × 21. ഇനി 17 × 21 കണ്ടുപിടിച്ച് നോക്ക്. 7 1 2 × 4 14, റിമൈൻഡർ 1 1 2s are 2, 1 കൂടെ ആകുമ്പോൾ 3. അപ്പോൾ 7 5 3. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 357. എത്ര സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക? ഒരു സ്ഥാനം. അപ്പൊ 35.7 സെന്റിമീറ്റർ. അപ്പൊ ഇതും വേണമെങ്കിൽ ചോദിക്കാം. ആർക്ക് ലെങ്ത് തന്നിട്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യന് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ചെയ്തൂടെ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 4. ഓക്കെ, എന്താണ് എക്സാമ്പിൾ 4 കൊടുത്തതെന്ന് നോക്കി. The minute hand of a watch is 1.5 centimeter long. How far does its tip move in 40 minutes? അപ്പൊ 40 മിനിറ്റിൽ ഈ മിനിറ്റ് സൂചി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? ഓക്കെ എന്ന് പറഞ്ഞാൽ എന്തോ കണ്ടുപിടിക്കണ്ടേ? L കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആർക്ക് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ റേഡിയസ് തന്നിട്ടുണ്ട് 1.5 സെന്റിമീറ്റർ. ഓക്കെ, റേഡിയസ് തന്നിട്ടുണ്ട് 1.5 സെന്റിമീറ്റർ. ഇനി അടുത്തൊരെണ്ണം തന്നിരിക്കുന്ന 40 മിനിറ്റ്സ് എന്നാണ്. ഓക്കെ, ക്ലോക്ക് അല്ലേ? ക്ലോക്ക് 40 മിനിറ്റ്സിലുള്ള കേസ് വേണം. നമുക്കറിയാവുന്നൊരു കേസുണ്ട്. 60 മിനിറ്റ് എന്ന് പറയുന്നത് എന്താ? 360 ഡിഗ്രിയാണ്. ശരിയല്ലേ? 60 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്തായിരിക്കും? 1 മിനിറ്റ് 360/60. ഈ 0യും 0യും കട്ട് ചെയ്തു. 36/6 6. അപ്പോൾ 1 മിനിറ്റ് ഈക്വൽ ടു 6 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ്സ് എന്തായിരിക്കും? 40 മിനിറ്റ്സ് 6 × 40. ഇവിടെ 1 മിനിറ്റിൽ 6 അങ്ങനെ 40 മിനിറ്റിൽ കിട്ടണമെങ്കിൽ 6 × 40 എത്ര കിട്ടും? 240 ഡിഗ്രി. ഓക്കെ, അപ്പൊ 40 മിനിറ്റ് എന്ന് തന്നിരിക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വന്നു? ആംഗിൾ കണ്ടുപിടിക്കേണ്ടി വന്നു. എത്രയെന്ന് കിട്ടി? 240 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ആംഗിൾ വാല്യൂ കിട്ടി. തീറ്റ ഈക്വൽ ടു 240 ഡിഗ്രി. ഓക്കെ, ഇനിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ L = r തീറ്റ എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ തീറ്റ റേഡിയനിലാണ്.
ഇവിടെ ഡിഗ്രിയിലല്ലേ വന്നേക്കുന്നത്. സോ ഇതിനെ റേഡിയനിലോട്ട് മാറ്റണം. എന്ത് ചെയ്യും? π/180 × 240 എടുക്കുക. 0യും 0യും കട്ട് ചെയ്തു. പിന്നെ ഇത് രണ്ടിനെ നമുക്ക് എത്ര കൊണ്ട് കട്ട് ചെയ്യാം? 6 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 4, ഇവിടെ 3. അപ്പൊ ന്യൂമറേറ്ററിൽ ഇനി ബാക്കിയുള്ളത് 4π ബൈ ഡിനോമിനേറ്ററിലോ 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4π/3 എന്ന് കിട്ടി. ഓക്കെ ആണേ. ഇനി റേഡിയനായി ആംഗിളായി ആർക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? 1.5 × 4π/3. ഓക്കെ, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലെങ്ത് ഒരിക്കലും പൈ വെച്ചല്ല പറയുന്നത്. പൈക്ക് അപ്പം എന്ത് ചെയ്യണം? വാല്യൂ കൊടുക്കണം. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് പൈക്ക് ഏത് വാല്യൂ കൊടുക്കാനാ? 3.14. പൈക്ക് 3.14 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ 1.5 × 4 × 3.14/3. ഓക്കെ, 1.5 × 4 എത്ര ഇടും? 1.5. 15ന് 4 കൊണ്ട് ഗുണിച്ച് നോക്ക്. 4 5 60 ആണല്ലോ. ഇനി 1.5 ആകുമ്പോൾ ഇവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 6 × 3.14/3. ഈ 3യും 6ഉം കൂടെ കട്ട് ചെയ്താൽ 2. 2 × 3.14 ഓരോന്നിന്റെ ഡബിൾ എടുക്കുക. 3യുടെ ഡബിൾ 8, 1 × 2, 3യുടെ ഡബിൾ 6, 1 × 2, 4 × 8. So we get arc length equal to 6.28 centimeter. Okay, arc length എന്ത് കിട്ടി? 6.28 centimeter. ഓക്കെ, ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കളയാം. ഓക്കെ, എക്സാമ്പിൾ 5 കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. എന്താണ് എക്സാമ്പിൾ 5 പറഞ്ഞിരിക്കുന്നത്? എക്സാമ്പിൾ 5 പറഞ്ഞിരിക്കുന്നത് if the arc of same length in two circle sustain angle 65 degree and 110 degree at the center. അപ്പോൾ രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പോൾ L1 R1 θ1. അതുപോലെ ഇവിടെ എന്തെടുക്കാം? L2 R2 θ2. L1ന്റെ വാല്യൂ എന്താ തന്നേക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ തീറ്റ തന്നിട്ടുണ്ടല്ലേ. ഇവിടെ എത്രയെന്നാ പറഞ്ഞേക്കുന്നത്? 65 ഡിഗ്രി. ഇവിടെ എത്രയാ? 110 ഡിഗ്രി. രണ്ടിലും ആർക്ക് ലെങ്ത് സെയിം. ക്വസ്റ്റ്യന്റെ ആദ്യം അതല്ലേ പറഞ്ഞേക്കുന്നത്? ഇഫ് ദി ആർക്ക് ഓഫ് ദി സെയിം ലെങ്ത്, ആർക്ക് ലെങ്ത് സെയിം ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ L എന്നെടുത്താൽ ഇവിടെയും എന്തെന്നെടുക്കുക? L. ഇനി ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദി റേഷ്യോ ഓഫ് ദ റേഡിയൈ. R1ഉം R2ഉം തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഡിഗ്രിയിലാണ്. ഞാൻ അതിനെ റേഡിയനിലോട്ട് മാറ്റി എഴുതുകയാണ്. 65π/180. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റെഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ആണെങ്കിലോ 110π/180. ഓക്കെ, നമുക്കറിയാം L1 = L2. L1ന്റെ ഇക്വേഷൻ, Lന്റെ ഇക്വേഷൻ എന്താ? R θ. അപ്പോൾ L1ന്റെ ഇക്വേഷൻ എന്തായിരിക്കും? R1 θ1. L2ന്റെ ഇക്വേഷൻ എന്താ? R2 θ2. L കണ്ടുപിടിക്കുന്ന R θ ആണെങ്കിൽ L1ന്റെ R1 L1, L2ന്റെ എന്തായിരിക്കും? R2 θ2. ശരിയാണേ. ഇനി വാല്യൂ കൊടുക്കാം. R1 അതുപോലെ ഇട്ടു. θ1ന്റെ വാല്യൂ എന്താ? 65π/180 ഈക്വൽ ടു R2 × θ2 എന്താ? 110π/180. ഏതൊക്കെ വെട്ടിക്കളയാം? 180 180 π. അപ്പോൾ 65 R1 ഈക്വൽ ടു 110 R2. ഓക്കെ, അങ്ങനെ R1/R2 എന്തായിരിക്കും? ഇപ്പൊ ഇവിടെ ഇൻറ്റു R2 ആണ് ഇവിടെ താഴെ വന്നത്. ഇവിടെ ഒരു 110 കിടപ്പുണ്ട്, ശരിയല്ലേ? ഈ 65 മുകളിലല്ലേ? അപ്പുറത്ത് പോകുമ്പോൾ താഴെ പോകും. ഒരു 5 കൊണ്ട് കട്ട് ചെയ്തിരിക്കും. 110നെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 22, 65നെ കട്ട് ചെയ്താൽ 13. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? R1/R2 ഈക്വൽ ടു 22/13. അങ്ങനെ ഈ R1:R2 എന്തായിരിക്കും? 22:13. R1:R2 എന്താണ്? 22:13. ഓക്കെ, അപ്പൊ നമുക്ക് തമ്മിലുള്ള എന്ത് കിട്ടി? റേഷ്യോ കിട്ടി. ഇത്രയും ആവുമ്പോൾ നമ്മുടെ ഇനിഷ്യൽ പോർഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് കവർ ചെയ്തു. ഇനി നമ്മൾ നേരെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലോട്ട് പോവാണ്. ഓക്കെ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ട്രയാംഗിളുമായിട്ട് റിലേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാംഗിൾ എടുക്കുകയാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, ഏത് ആംഗിൾ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ ഓപ്പോസിറ്റ് സൈഡ് എന്നും
അതിനടുത്ത് വരുന്നതിനെ അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എപ്പോഴും എന്തായിരിക്കും? ഹൈപ്പോട്നൂസ് ആയിരിക്കും. ഓക്കെ, ഒരു ആംഗിൾ ബേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളത് ഓപ്പോസിറ്റ് സൈഡ്, അടുത്തുള്ളത് അഡ്ജസന്റ് സൈഡ്, 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോട്നൂസ്. അപ്പോൾ പേര് ABC. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ നിന്ന് sin x cos x tan x എങ്ങനെ എഴുതാം അത് നിങ്ങൾക്ക് അറിയാം. sin x cos x tan x എങ്ങനെയാ സൈൻ കണ്ടുപിടിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ്. കോസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ്. ടാൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഓക്കെ, അപ്പോൾ സൈൻ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ്. ഫിഗർ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് AB ഹൈപ്പോട്നൂസ് AC. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാം AB ബൈ AC. കോസ് എക്സ് എന്നുള്ളതിന് പകരം കോസ് എക്സിന്റെ അകത്ത് എന്താ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ്. ഫിഗർ നോക്കുകയാണെങ്കിൽ അഡ്ജസന്റ് സൈഡ് BC ഹൈപ്പോട്നൂസ് AC. അതുപോലെ ടാൻ എക്സ് എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് AB ബൈ ഇവിടെ ഹൈപ്പോട്നൂസ് അല്ലല്ലോ, അഡ്ജസന്റ് സൈഡ് അല്ലേ? ടാൻ എക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ AB ബൈ അഡ്ജസന്റ് സൈഡ് എന്താ? BC. ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഇപ്പോഴേ പഠിക്കാം. ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചു, സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇനി ഇതിനെല്ലാം റെസിപ്രോക്കൽ വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ ജസ്റ്റ് അങ്ങ് ഓടിച്ചു പോയിട്ടേ ഉള്ളൂ. അപ്പൊ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് കൂടാതെ 3 ഫംഗ്ഷനും കൂടെ എക്സ്ട്രാ പഠിക്കാൻ പോവാണ്. സൈനും കോസും ടാനും കൂടാതെ സൈൻ്റെ റെസിപ്രോക്കൽ നമ്മൾ കൊസീക്ക് എക്സ് എന്ന് പറയും. കോസിന്റെ റെസിപ്രോക്കൽ സീക്ക് എക്സ്, ടാൻ്റെ റെസിപ്രോക്കൽ കോട്ടെക്സ്. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് 3 കേസും കൂടെ എഴുതി. സൈൻ്റെ റെസിപ്രോക്കൽ ആണ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എന്താ? ഹൈപ്പോട്ടനൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് മീൻസ് AC ബൈ AB. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ടനൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്ടനൂസ് AC, അഡ്ജസന്റ് സൈഡ് BC. ഇനി കോട്ടെക്സ് അപ്പൊ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ഈക്വൽ ടു BC ബൈ AB. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്നും പറയാറുണ്ട്. കാര്യം ഇത് റേഷ്യോ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് അതൊരു റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ സൈനും കോസും വെച്ചുകൊണ്ട് ടാൻ എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ്. അതുപോലെ ഇവിടെയും ഈ എഴുതിയ 3 ഇക്വേഷനിൽ നമുക്ക് ഒരെണ്ണം കൂടി എഴുതാം. കോട്ടെക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ്. കോസ് ടാന്റെ റെസിപ്രോക്കൽ അല്ലേ കോട്ട്? അപ്പൊ ഇത് റെസിപ്രോക്കൽ എടുത്തു. സൈൻ എക്സ് ബൈ കോസ് എക്സിന്റെ റെസിപ്രോക്കൽ എന്താ? കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ഇക്വേഷൻ കിട്ടി. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്ത് സ്റ്റാർട്ട് ചെയ്തു? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു.